കോൺഗ്രസ് ഒരു പ്രത്യേകതരം സമീപനമാണ് ഇതിലേക്കുള്ളത്. അത് അവിടെ തൊടാനും പാടില്ല, പക്ഷേ ഇത് ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല എന്നൊക്കെ ചിലപ്പോൾ ഇവിടെയുള്ളവർ സാധാരണക്കാരൊക്കെ പറയും. എന്തു തോന്നുന്നു? അല്ല, അതിനകത്ത് കോൺഗ്രസിനെ ഒറ്റയടിക്ക് കുറ്റം പറഞ്ഞാലും പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. കാരണം അവർ വല്ലാതെ വേണമെങ്കിൽ സംശയിച്ച് നിൽക്കാം. കാരണം അണ്ണാ ഹസാരെ മൂവ്മെൻ്റൊക്കെ അങ്ങനെ ഒരു രാഷ്ട്രീയ മുഖത്തോടെ വന്ന മൂവ്മെൻ്റ് അല്ല, പിന്നീട് അത് ഒരു രാഷ്ട്രീയ മുന്നേറ്റമായി മാറി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഭയം, അങ്ങനെ ഒരു ഭയം അവർക്കുണ്ടാവാം. അന്ന് UPIക്കെതിരെയാണ് ആ സമരം ഉണ്ടായത്, അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള സമരം ഉണ്ടായത്. ആ സമരത്തെ മാധ്യമങ്ങൾ വല്ലാതെ പിന്തുണയ്ക്കുകയും വലിയ പല മേഖലയിൽ നിന്നുള്ള ആളുകളുടെ പിന്തുണയുമൊക്കെ ഉണ്ടായി. അതിനുശേഷം പക്ഷേ അത് ഒരു രാഷ്ട്രീയ രൂപം കൈവരിക്കുകയും ആ നിലയ്ക്ക് അത് മുന്നേറുകയും കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു തോന്നൽ, ആ ഒരു ആശങ്കയൊക്കെ ആയിരിക്കാം കോൺഗ്രസിനെ ഇങ്ങനെ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ പെരുമാറാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഈ വിഷയം നമ്മൾ കാണണമല്ലോ. ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇത്തവണ കോൺഗ്രസ് ഇടപെട്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നേരത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞല്ലോ, പ്രതികരണം വരാൻ 10-34 ദിവസം വൈകി എന്നുള്ളത്. ആ മട്ടിൽ തന്നെയാണ് ആ വൈകൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുമുണ്ടായി. പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ എത്ര വൈകി? അദ്ദേഹം സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം എപ്പോഴാണ് വന്നത്? ഇപ്പോൾ നമ്മളിത് കൂടുതലൊന്നും സംശയിക്കേണ്ട. ഇപ്പോൾ പോയിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ എല്ലാം ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ എക്സിലോ ഒക്കെ പോയിട്ട് ഒന്ന് നോക്കിയാൽ മതി. ആ സമരം അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി ഇങ്ങനെ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ വിഷയത്തെക്കുറിച്ച് എന്നാരും വേണ്ടിയിട്ടില്ല. അത് സത്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം അവർ ഉൾക്കൊണ്ടില്ല. എങ്ങനെ ഈ വിഷയത്തെ വേണമെങ്കിൽ കോൺഗ്രസ്സിന് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണല്ലോ, ഈ രാജ്യത്തുടനീളം തിളപ്പിക്കാവുന്ന ഒരു വിഷയമാക്കി പരിവർത്തിപ്പിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് തിരിച്ചറിയാൻ അവർ വൈകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇനിയിപ്പോൾ CJP എന്നുള്ളത് വേറൊരു തരത്തിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ CJP എന്ന മട്ടിലല്ലെങ്കിൽ കൂടി വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇപ്പോൾ CJP മാത്രമല്ല, CJPക്ക് അപ്പുറം മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ കൂടി എത്തിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ പറഞ്ഞാൽ ഇനി നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, നമ്മുടെ സംവിധാനത്തിന് കുഴപ്പമുണ്ടാകുമോ എന്നുള്ള ആശങ്ക അവർക്കുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ സോണിയാഗാന്ധി ഇത് ഹിന്ദു പത്രത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. ഒരൊറ്റ വാക്ക്, ഇത് ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനം, എവിടെയാണ് ഇതിൻ്റെ തുടക്കം, ആരെല്ലാമാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്, എങ്ങനെയാണ് ഇത് ആരംഭിച്ചത്, അതായത് പഴയ ചരിത്രമൊക്കെ പലതും പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും വിശദമായ ലേഖനമാണ്. പക്ഷേ അതിൽ ഒരിടത്തും ഇതിനെക്കുറിച്ച് ഈ സംവിധാനത്തെക്കുറിച്ച് CJPയെക്കുറിച്ചോ അഭിജിത് ദീപ്കയെക്കുറിച്ചോ അതിനൊപ്പം പിന്നീട് സംഘടിത വിദ്യാർത്ഥികളെക്കുറിച്ചോ അങ്ങനെ ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ബോധപൂർവം തന്നെയാണ്. കാരണം അത് നേരത്തെ നമ്മൾ പുറത്തു വന്ന വാർത്തയുണ്ടല്ലോ, ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിൽ ഇത് BJPയുടെ RSSൻ്റെ പദ്ധതിയാണ് എന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു ജയറാം രമേശ് എന്നുള്ള വാർത്ത വന്നിരുന്നു. അന്ന് അതിനെ ബ്രിട്ടാസ് അവിടെ എതിർത്തു എന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇനിയും വരാനുണ്ട്. പക്ഷേ എന്തായാലും അങ്ങനെ ഒരു സംശയം ഇവരുടെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. എങ്കിൽ ആ പ്രശ്നം അവർ ഉന്നയിക്കാൻ തന്നെ കാരണമായിട്ടുള്ളത് അവരുടെ അടിത്തറയിൽ എന്തെങ്കിലും തരത്തിലുള്ള വിള്ളലുണ്ടാകും. ഇപ്പോൾ വോട്ട് സ്പ്ലിറ്റ് അടക്കം തെരഞ്ഞെടുപ്പുകൾ ഇനി വരാനിരിക്കുകയാണല്ലോ സംസ്ഥാനങ്ങളിൽ പലയിടത്തും. അപ്പോൾ ആ വോട്ട് സ്പ്ലിറ്റ് അടക്കം അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പക്ഷേ യഥാസമയം ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇതിപ്പോൾ ഈ സമരത്തിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുത്താൽ അറിയാമല്ലോ. അതായത് ആ നേതാക്കളെ അവിടെ വിളിച്ചു വരുത്തിയത്, അതായത് കോൺഗ്രസ് എപ്പോഴാണ് ഈ സമര മുഖത്തേക്ക് വരുന്നത്, അതിനെ ചാമ്പ്യൻ ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടാകുന്നത് എപ്പോഴാണ്? അത് ഈ പോലീസ് നടപടിക്ക് ശേഷം, വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസ് നടപടിക്ക് ശേഷം അതിരൂക്ഷമായ രോഷം രാജ്യമെമ്പാടും ഉയരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസ് ഇടപെടുന്നത്. അതായത് പ്രധാനമന്ത്രി ഇടപെട്ടതുപോലെ തന്നെയുള്ള ഒരു ഇടപെടലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇടപെട്ടത്. അതെങ്ങനെ, ആരാണ് ഇടപെട്ടത്? ഖാർഗെയ്ക്ക് ജന്മദിനാശംസ നേരാൻ വേണ്ടിയിട്ട് എല്ലാവരോടും വരാൻ പറഞ്ഞ് അവിടെ വിളിച്ചു വരുത്തി, അവിടെ നിന്ന് നിന്ന നിപ്പിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ ധർണയിലേക്ക് ഇവരെ കൊണ്ടുചെന്നെത്തിക്കുകയായിരുന്നു. ഈ പല നേതാക്കളോട് ഉന്തി മരം കയറ്റിയാൽ എത്രത്തോളം മരം കയറാൻ പറ്റും? അപ്പോൾ ആ ഒരു മനോഭാവത്തോടെ വല്ലാത്ത
താല്പര്യമില്ലായ്മ പ്രകടമായിരുന്നു പലർക്കും എന്നുള്ളതൊക്കെ പിന്നീട് പുറത്തു വന്ന ചർച്ചയാണല്ലോ. അപ്പോൾ അത് വാസ്തവമായിരുന്നു. കാരണം താല്പര്യമില്ലായ്മ പ്രകടമാകുന്ന ശരീരഭാഷയോടെയാണ് ആ വേദിയിൽ പലരും പങ്കെടുത്തത്. ഇപ്പോൾ വി ഡി സതീശനെതിരെ തന്നെ ആ ആരോപണവും ആ ചർച്ചയും ഒരു റൗണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങനെ ഊന്നൽ കൊടുക്കുന്നില്ല. എന്തായാലും അങ്ങനെ താല്പര്യമില്ലായ്മയോടെയാണ് ഈ സമരത്തെ അങ്ങനെ അവർ ഏറ്റെടുക്കുന്നത്. ചിലപ്പോൾ വലിയ രാഷ്ട്രീയ ബുദ്ധി കൊണ്ടായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇനി RSS പദ്ധതിയാണോ, അതല്ലെങ്കിൽ ഇനി ഇത് അണ്ണാ ഹസാരെ പ്രസ്ഥാനം പോലെയായി മാറുമോ എന്നൊക്കെയുള്ള ആശങ്ക കൊണ്ടായിരിക്കാം എടുക്കാതിരുന്നതെന്ന് കരുതാം. പക്ഷേ ഈ ചോദ്യപേപ്പർ ചോർച്ച എടുക്കാമല്ലോ, അതിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാമല്ലോ. അത് നടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇനി ഇതിപ്പോൾ മറ്റ് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ അങ്ങനെയായിരുന്നോ? അല്ല. അതിപ്പോൾ അവിടെ ആദ്യഘട്ടത്തിൽ തന്നെ CPM-ഉം CPI-യും ജനതാ പാർട്ടിയും ഒക്കെ സമരം, ജനതാ പാർട്ടി എന്തൊരു ശിവസേന വരെയുണ്ട്. ജന്തർ മന്ദറിലെ ഈ സമരവേദിയിൽ ശിവസേനയടക്കം എത്തി. അപ്പോൾ അങ്ങനെ ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികൾ, സ്റ്റാലിൻ ആദ്യം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തി. പിന്തുണ പ്രഖ്യാപിക്കാതിരുന്നത് കോൺഗ്രസ് മാത്രമാണ്. ആ നിലയ്ക്കൊരു പിന്തുണ ഈ സമരത്തിന്, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിക്കാതിരുന്നത് കോൺഗ്രസ്സാണ്. അങ്ങനെ സമരമുഖത്തേക്ക് എത്താത്തത് കോൺഗ്രസ്സാണ്. ബാക്കി എല്ലാവരും ഉണ്ട്. നമ്മൾ കണ്ടതല്ലേ MA ബേബിയെ പിടിച്ച് തള്ളുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വലിച്ചഴക്കുന്നതിന് മുമ്പ് MA ബേബിയെ പിടിച്ച് തള്ളുന്നുണ്ട്, K രാധാകൃഷ്ണനെ പിടിച്ച് തള്ളുന്നുണ്ട്. ഇവരെല്ലാവരും അവിടെ വളരെ അഗ്രസീവായി ജോൺ ബിട്ടാസും റഹീമും അടക്കമുള്ളവരൊക്കെ ഇടപെടുന്നത് നമ്മൾ കണ്ടു. ഉദ്ധവ് താക്കറെ വേദിയിലെത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ഈ സമരം നടന്നതും വളർന്നതും ഇവിടം വരെ എത്തിയതും. അപ്പോൾ നിവൃത്തികെട്ട് ഇന്ന് പ്രധാനമന്ത്രി ഇന്നലെ അർദ്ധരാത്രി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിവൃത്തികെട്ടുള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഈ സാധ്യത കണ്ടുകൊണ്ടുള്ള, മറ്റേ പണ്ട് കുമ്മനം പറഞ്ഞതുപോലെ ശ്രീധരൻ പിള്ള പറഞ്ഞതുപോലെ ഒരു സുവർണാവസരം എന്ന മട്ടിലോ ആണോ കോൺഗ്രസ് ഇടപെട്ടതെന്നുള്ള വിമർശനങ്ങൾ ഉയർന്നാൽ അതിൽ ആരെയും തെറ്റു പറയാൻ പറ്റില്ല. കാരണം കുറെ കൂടി ആർജവത്തോടെ ഈ വിഷയത്തെ അവർ ഏറ്റെടുക്കേണ്ടതായിരുന്നു. പ്രതിപക്ഷവും അതായത് ആദ്യം മുതൽ ഇത് പ്രതിപക്ഷത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണ് എന്ന നില വന്നിരുന്നെങ്കിൽ കുറെ കൂടി ഇത്. പിന്നെ വേറൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു പ്രസ്ഥാനമായത് വളരുമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല ആംഗിളിൽ നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ അത് വളരാതിരിക്കാം. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവരുന്ന ഒരു സമരം എന്ന നിലയ്ക്ക് ചിലപ്പോൾ അതിന് വളർച്ച ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ഈ വിഷയം ഇത്രയധികം ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്. ഈ മധ്യവർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായി തന്നെയാണ് അത് നിലനിൽക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുന്നതിന് അവർ വൈകിയിട്ടുണ്ട്. ഇനി ആ കാര്യത്തിൽ ഈ ഘട്ടം വരെയെങ്കിലും ആ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ അവർ ആലോചിച്ചിട്ടുമില്ല. ഇപ്പോൾ ആ സാഹിൽ എന്ന് പറഞ്ഞ പരിക്കേറ്റ വിദ്യാർത്ഥിയെ രാഹുൽ ഗാന്ധിക്ക് അടുത്തേക്ക് എത്തിച്ചിട്ടാണ് അവിടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം വരുന്നത്. അതല്ലാതെ ആ സമരവേദിയിലേക്ക് എത്തിയിട്ടല്ല അങ്ങനെ ഒരു പ്രതികരണത്തിന് തയ്യാറാകുന്നത് എന്നത് ഓർക്കണം. അപ്പോൾ ഇപ്പോഴും അവരെ വിശ്വാസത്തിലെടുക്കാനോ അവർക്കൊപ്പം നിൽക്കാനോ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് സംശയമുള്ള ഒരു കാര്യം, ഈ അഭിജിത് ദിപ്ക ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ സമരത്തിൽ അവരുടെ ഈ നീക്കത്തിൽ പിന്തുണ അഭ്യർത്ഥിച്ച് പലരെയും വിളിച്ചിരുന്നു, പല രാഷ്ട്രീയ നേതാക്കളെയും. അതിപ്പോൾ MA ബേബിയാണ് വെളിപ്പെടുത്തിയത്, MA ബേബിയൊക്കെ വിളിച്ചിരുന്നു എന്നുള്ളത്. അത് ആ മട്ടിലുള്ള ഒരു സമാന്തര നീക്കമായി ഇനിയിപ്പോൾ കോൺഗ്രസ് കാണുന്നുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ രംഗത്തും കോൺഗ്രസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം.